കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ കർത്താവായ ഈശോ മിശിഹ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും സന്ദേശങ്ങളുമാണ് ഈ ആഴ്ചകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. ഹംഗറിയിലെ എലിസബത്ത് സാന്റോ എന്ന് പറയുന്ന ഒരു കർമ്മലീത്ത തേർഡ് ഓർഡർ സഭാംഗമായ ഒരു വീട്ടമ്മയ്ക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും ഈശോയിൽ നിന്ന് ഉള്ള വളരെ വ്യക്തമായ ശക്തമായ സന്ദേശങ്ങളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ ഏറ്റെടുത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നൽകുന്ന ഈ സന്ദേശങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വലിയ വിലയേറിയതും മൂല്യം നിറഞ്ഞതും നിത്യരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യവുമായ കാര്യങ്ങളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ ഇന്ന് നമുക്ക് നൽകുവാൻ പോകുന്നത് ആഴ്ചയുടെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണമെന്നും സ്വർഗം എപ്രകാരം നമ്മളിലൂടെ മഹത്വപ്പെടണമെന്നുമുള്ള സന്ദേശമാണ്. പലപ്പോഴും നമ്മൾ നെറ്റിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുമ്പോൾ അശ്രദ്ധരാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഒരുപക്ഷെ വരയ്ക്കുന്നത് നമ്മളൊരു സാധാരണ ശ്രദ്ധിക്കാറ് പോലുമില്ല. ചിലര് വളരെ ശ്രദ്ധയോടു കൂടി വരയ്ക്കുന്നുണ്ടാകാം. ഭൂരിഭാഗം ആളുകളും ഒരു ചടങ്ങായി കുരിശടയാളം വരച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഈശോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഇപ്രകാരം ആവശ്യപ്പെടുന്നു: ചിന്തകളെ അശ്രദ്ധമായി അലഞ്ഞു തിരിയാൻ വിട്ടുകൊണ്ട് നിങ്ങൾ കുരിശടയാളം വരയ്ക്കുവാൻ പാടില്ല. കുരിശടയാളം യേശുക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ അടയാളമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ നമ്മൾ ഓർക്കുന്ന നിമിഷമാണ്. ഇത് അശ്രദ്ധമായി പാഴാകി പോകാൻ പാടില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ കുരിശടയാളം വരയ്ക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം കുരിശടയാളം വരയ്ക്കുവാൻ. എന്നിട്ട് ഇപ്രകാരം ഈശോ കൂട്ടിച്ചേർത്തു: എൻ്റെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ കുരിശടയാളം വരയ്ക്കുവാൻ. ത്രിത്വൈക ദൈവത്തെ ഓർക്കുന്നു, ഒപ്പം ഈശോയുടെ 5 തിരുമുറിവുകളെ ചിന്തിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കുരിശടയാളം നെറ്റിയിൽ വരയ്ക്കണം. എന്നിട്ട് ഈശോ ഒരു പ്രത്യേക ഭക്തിയും പഠിപ്പിച്ചു. ഈശോയുടെ 5 തിരുമുറിവുകളെ ചിന്തിച്ചുകൊണ്ട് 5 പ്രാവശ്യം കുരിശടയാളം വരയ്ക്കണം എന്ന് ഈശോ നിർദ്ദേശിച്ചു. 5 പ്രാവശ്യം ഈശോയുടെ 5 തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് കുരിശടയാളം വരയ്ക്കുക. ഇത് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ കൃപകൾ വ്യക്തിപരമായി നമ്മളിലേക്കും ആത്മാവിലേക്കും കടന്നു വരുവാൻ ഇടയാക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. കൃപകൾ നൽകുന്ന അവിടുന്നാണ്. അവിടുത്തെ 5 തിരുമുറിവുകളുടെ സ്നേഹവും യോഗ്യതയും ധ്യാനവുമാണ്
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മളെ എത്തിക്കുന്നതും ഈശോയുടെ 5 തിരുമുറവുകളുടെ യോഗ്യതയിലേക്കാണ്. അതുകൊണ്ട് ഈശോയുടെ 5 തിരുമുറവുകളെ കുറിച്ച് ചിന്തിച്ച് 5 പ്രാവശ്യം കുരിശടയാളം വരച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പ്രത്യേക ഭക്തി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുകയാണ്. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളുടെ പ്രത്യേകതയും 7 ദിവസങ്ങൾ എപ്രകാരം നമ്മൾ ക്രമീകരിക്കണമെന്നും പറഞ്ഞു തന്നു. ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ച ഈശോ പറഞ്ഞു, സഹനത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് തിങ്കളാഴ്ച. സഹനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം. പല രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം പ്രാർത്ഥിക്കണം. തിങ്കളാഴ്ച നമ്മൾ എന്തു ചെയ്യുമ്പോഴും സഹനത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം ഓരോ ജോലികളും തിങ്കളാഴ്ച ചെയ്യേണ്ടതെന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു. തിങ്കളാഴ്ച ദിവസം വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്. എന്നിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം കഠിനമായി ഉപവസിക്കണം. ഉപവാസത്തിന്റെ ദിവസം കൂടിയാണ് തിങ്കളാഴ്ച. എന്തിനു വേണ്ടിയാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുന്നത്? ഈശോ ഒരു വാഗ്ദാനം നൽകുക. തിങ്കളാഴ്ച ദിവസത്തെ ഉപവാസത്തിൽ, തിങ്കളാഴ്ച ദിവസം ഉപവസിക്കുന്ന ഓരോ വ്യക്തികളും ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു പുരോഹിതന് സ്വർഗത്തിലേക്ക് പോകുവാൻ ഇടയാക്കുന്നുവെന്ന്. തിങ്കളാഴ്ച ദിവസം ഉപവാസമെടുക്കുന്ന മക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന പുരോഹിത ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അയക്കുന്നുവെന്ന് ഈശോ അരുളി ചെയ്തു. ഇതിനുശേഷം കർത്താവ് പറയുന്നു, ഈ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ചെന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും പുരോഹിത ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ചെന്നു കഴിഞ്ഞ് ഈ ആരുടെ പ്രാർത്ഥനയിലൂടെയാണോ ഉപവാസത്തിലൂടെയാണോ ഈ ആത്മാക്കൾ പുരോഹിതർ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടത്? അവർ സ്വർഗത്തിലിരുന്ന് ഉപവസിച്ച വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതം പിന്നെ അനുഗ്രഹത്തിന്റെ പെരുമഴയായിരിക്കും ആ ജീവിതങ്ങളിൽ ലഭിക്കുക എന്ന് ഈശോ പറഞ്ഞു തരുന്നു. എന്നിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉപവസിച്ച് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളെയും ശുദ്ധീകരണത്തിൽ കഴിയുന്ന പുരോഹിത ആത്മാക്കളെയും സഹായിക്കുന്ന ആത്മാക്കളുടെ അവരുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മ അവരുടെ കൂട്ടിനുണ്ടായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. ഈ ആത്മാക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ മരിക്കുവാൻ സാധിക്കും. അതിനുശേഷം ഇവർ ഉപവസിച്ച് ശുദ്ധീകരണത്തിൽ നിന്ന് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പോകുവാൻ സഹായിച്ചതുപോലെ മരണശേഷം ഇതേ അനുഗ്രഹം ഇവർക്കും ലഭിക്കും എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. പറഞ്ഞ പ്രകാരമാ അവരുടെ മരണശേഷം 8 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയുടെ യോഗ്യതയിൽ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം പോകുവാൻ, സ്വർഗത്തിൽ എത്തുവാൻ ഇതിലും എന്താണ് നമുക്ക് ആവശ്യം? തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുക, വിശുദ്ധമായി ജീവിക്കുക, ശുദ്ധീകരണത്തിലെ വൈദികരെ സഹായിക്കുക, ഈ ലോകത്ത് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ തിങ്കളാഴ്ച ദിവസങ്ങൾ നിത്യരക്ഷയ്ക്ക് അനുഗ്രഹമാകുന്ന ദിവസങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ ആവശ്യപ്പെടുക. എന്നിട്ട് ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുകയാണ് എന്ന്. പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം
സ്വർഗീയ പിതാവിൽ നിന്ന് നമുക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ചൊവ്വാഴ്ച ദിവസം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിവസമാണ്. നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഓരോ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കുടുംബാംഗങ്ങളെ ഓരോരുത്തരായി എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നിങ്ങൾ എനിക്ക് തരണം. ഓരോ ചൊവ്വാഴ്ചയും നിങ്ങൾ പ്രത്യേകമായി നിങ്ങളോടൊത്ത് ജീവിക്കുവാൻ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് ബോധപൂർവ്വം സമർപ്പിക്കണം. അത് വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് ഈശോ വെളിപ്പെടുത്തി തരുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവം നമ്മോട് ചേർത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇവരിലെല്ലാം നിറയപ്പെടുവാൻ കുടുംബങ്ങളെ സമർപ്പിക്കുവാൻ, ചൊവ്വാഴ്ച പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇപ്രകാരം ഈശോ പറയുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, യൗസേപ്പ് പിതാവ്. ഈശോയുടെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവാണ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് ഈശോ വെളിപ്പെടുത്തി തരികയാണ്. യൗസേപ്പ് പിതാവിനോട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങളെ, യൗസേപ്പ് പിതാവിനെ നിങ്ങൾ മറന്നു കളയരുത്. യൗസേപ്പ് പിതാവിന് നിങ്ങൾക്ക് വാങ്ങിത്തരുവാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്, അതൊരിക്കലും വിസ്മരിക്കരുത് എന്ന് ഈശോ ആവശ്യപ്പെടുന്നു. കുടുംബങ്ങളുടെ പ്രത്യേകമായ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. യൗസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കും. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എന്തൊക്കെ അസ്വസ്ഥതകളാണുള്ളത്. കുഞ്ഞുങ്ങളിലുള്ള അസ്വസ്ഥതകള്, മാതാപിതാക്കളുടെ അസ്വസ്ഥതകള്, മദ്യപാനം, മദിരോത്സവം, മയക്കുമരുന്ന്, അതോടൊപ്പം തന്നെ ഭിന്നത, വിവാഹമോചനം, രോഗങ്ങൾ, അസുഖങ്ങൾ, തകർച്ചകൾ, എന്തൊക്കെയാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. പിശാചിന്റെ കെട്ടുകള്, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികള്, കടബാധ്യതകള്, ആത്മഹത്യ, എന്തൊക്കെ കുടുംബങ്ങളെ ഇന്ന് പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഒന്നു ചേർന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ പരിശുദ്ധയുടെ വിമലത്തിലൂടെ സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ, ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റണം. നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ നിറയുന്ന കുടുംബങ്ങളാക്കി മാറ്റണം. അതിനായി നമ്മുടെ പ്രാർത്ഥനയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥതയും സഹായമാകുമെന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. ഇനി ബുധനാഴ്ച ദിവസം ദൈവ വിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. പ്രത്യേകിച്ചും ഈശോ പറയുന്നു, നല്ല വിശുദ്ധരായ വൈദികരെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബുധനാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധരായ വൈദികർ ലോകത്തുണ്ടാകുന്നതിന് വേണ്ടി, ലോകത്തുള്ള വൈദികർ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനും അവർ ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിച്ച് അനേക ആത്മാക്കളെ നേടുന്ന വൈദികരായി മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയിൽ ഓരോ ബുധനാഴ്ച ദിവസങ്ങളിലും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മൂല്യബോധമുള്ള നല്ല യുവാക്കൾ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നതിന് വേണ്ടി എല്ലാ ബുധനാഴ്ചയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു, ഇന്ന് അനേകം വൈദികർക്ക്, അനേകം യുവാക്കൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അവർക്ക് ദൈവവിളി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പരിശുദ്ധിയിൽ വളർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് ശുശ്രൂഷ ചെയ്ത് ആത്മാക്കളെ നേടാനുള്ള
വലിയ ദാഹമുണ്ട്. എന്നാൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കുന്നില്ല. അത് സാധിക്കാതിരിക്കാനുള്ള കാരണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് എന്ന്. ഇന്ന് ദൈവവിളി അനേകർക്ക് ദൈവം നൽകിയിട്ടുണ്ട്, എന്നാൽ അത് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നില്ല. പലതും അങ്ങനെ ബ്ലോക്കാക്കി വെച്ചിരിക്കുക. മിടുക്കന്മാരായ അഭിഷേകം ചെയ്ത യുവാക്കൾക്ക് ദൈവവിളിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല. നമ്മൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ ബ്ലോക്കുകളൊക്കെ മാറ്റി അഭിഷേകമുള്ള അനേകം പുരോഹിതർ സഭയിൽ ജന്മമെടുത്ത് സഭ അനുഗ്രഹമാകുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാ. ഓരോ ബുധനാഴ്ചയും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം ദിവ്യകാരുണ്യത്തിന്റെ അനന്തമായ യോഗ്യതയിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ട ദിവസമാണ് വ്യാഴാഴ്ച ദിവസമെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന എല്ലാ അപരാധങ്ങൾക്കും പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ ആശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു, വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ചെയ്യണം. മക്കളെ, സാധിക്കുമെങ്കിൽ 4 മണിക്കൂറെങ്കിലും എന്നോട് നിങ്ങൾ ചേർന്നിരിക്കണം. ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ 4 മണിക്കൂർ ചേർന്നിരിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാ. ഇത് സാധിക്കുന്നവർ അത് ചെയ്യുക. 4 മണിക്കൂറിന്റെ ഈശോ പറയുന്നു, നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ പാടുപീടുകളെ നിങ്ങൾ ധ്യാനിക്കണം, എൻ്റെ തിരുമുറിവുകളെ നിങ്ങൾ ധ്യാനിക്കണം, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ ധ്യാനിക്കണം. എന്നിട്ട് ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർന്ന്, മക്കളെ, മോളെ, എലിസബത്ത് സാന്റോയോടാണല്ലോ ഈ സന്ദേശങ്ങൾ നൽകുന്നത്. ഈശോ ചോദിച്ചു, മോളെ, രക്തം നിറഞ്ഞ എൻ്റെ കണ്ണ് നീ കാണുന്നില്ലേ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, കാണുന്നുണ്ട്. ഈശോ പറഞ്ഞു, എനിക്കേറ്റ അടികൾ മൂലമാണ് എൻ്റെ കണ്ണിൽ രക്തം നിറഞ്ഞിരിക്കുന്നത്. ഈശോയെ അടിച്ചപ്പോൾ കണ്ണുകളിലേക്ക് രക്തമൊഴുകി, രക്തം നിറഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞു, മോളെ, നിന്റെ അടിയും എൻ്റെ കണ്ണിൽ രക്തം നിറയുവാൻ ഇടയാക്കിയില്ലേ? ഇത് കേട്ടതോടെ എലിസബത്ത് സാന്റോ പൊട്ടിക്കരഞ്ഞു. എൻ്റെ അടിയും ഈശോയുടെ കണ്ണ് ദേ വീർത്ത് വിങ്ങി രക്തത്താൽ കലങ്ങിയിരിക്കുന്നു. അതിന് എൻ്റെ പാപമാണല്ലോ ഈശോയുടെ ഈ അവസ്ഥ എത്തിച്ചെന്നോർത്ത് അവൾ കരഞ്ഞു. ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങനെ അങ്ങ് പറയരുതേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങയുടെ കണ്ണുകൾ കണ്ടിട്ട്. ഈശോ പറഞ്ഞു, പരിഹാരം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന ഓരോ അപരാധങ്ങൾക്കും നിങ്ങൾ മോളെ പരിഹാരം ചെയ്ത് എന്നെ ആശ്വസിപ്പിക്കണം. ഇന്ന് ഈശോ നമ്മളോട് അത് തന്നെ ആവശ്യപ്പെടുകയാ. ഈശോയ്ക്കെതിരായി ചെയ്യുന്ന, ഇന്ന് ലോകത്തെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ ക്രൂരമായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ വ്യാഴാഴ്ച ദിവസം കടന്നു ചെന്ന് മണിക്കൂറുകൾ അവനോട് ചേർന്നിരുന്ന് ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം ഈശോ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം എൻ്റെ പീഡാസഹനത്തിന്റെ ദിവസമാണ്. ഓരോ വെള്ളിയാഴ്ചയും നിന്റെ ഹൃദയം മുഴുവനും സ്നേഹവുമായി എൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കണം. വ്യാഴാഴ്ച രാത്രിയിൽ മുഴുവനും ദേഹോപദ്രവം ഞാൻ ഏറ്റു. രാത്രിയിൽ ദേഹോപദ്രവം ഏറ്റ് വെള്ളിയാഴ്ച ദിവസം ഞാൻ സഹിച്ച ഓരോ സഹനങ്ങളും ഓരോ വെള്ളിയാഴ്ചയും രാവിലെ നീ ഏൽക്കുമ്പോൾ തന്നെ ഓർക്കണം, ധ്യാനിക്കണം. സ്നേഹത്തോടെ വേണം കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുവാൻ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പകൽ സമയത്ത് സ്നേഹത്തോടെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിക്കുക. അങ്ങനെ
ഈശോയുടെ സഹനത്തോട് ചേർന്ന് വെള്ളിയാഴ്ച ദിവസം ആയിരിക്കുക ഈശോയ്ക്കൊരു വലിയ ആശ്വാസമായി ആ നിമിഷങ്ങൾ മാറ്റണം. എന്നിട്ട് ഈശോ പറയുന്നു, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 12 മണി മുതൽ 3 മണി വരെയുള്ള ആ 3 മണിക്കൂർ സമയം എൻ്റെ തിരുമുറിവുകളെ നീ ആരാധിക്കണം. 3 മണിക്കൂർ നേരം ആ സമയങ്ങളിൽ ഈശോയുടെ തിരുമുറിവുകളെ ആരാധിക്കേണ്ട സമയമാണ്. ഈശോ കുരിശിൽ തൻ്റെ ശരീരം കീറി മുറിക്കപ്പെട്ട സമയമാണ്. ഈശോയുടെ ശരീരം കീറി മുറിക്കപ്പെട്ട സമയത്തിൽ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം കുത്തി തുറന്ന ആ തിരുമുറിവുകൾ, അവൻ്റെ തിരുമുറിവുകൾ ഒഴുകിയ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു, ലോകത്തെ ശുദ്ധീകരിച്ച നിമിഷമാണ്. അതുകൊണ്ട് ആ നിമിഷങ്ങളിൽ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം നീ എൻ്റെ തിരുമുറിവുകളെ നിങ്ങൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. തിരുമുറിവിൻ്റെ അനന്തമായ യോഗ്യത നിങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന നിമിഷമാണ്. അതിന് ഈശോ കൂട്ടിച്ചേർത്തു, എൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ ആ സമയം വരെ വെള്ളിയാഴ്ച ഉപവാസം നിങ്ങൾ നീട്ടണം. അതായത് ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കിയ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണല്ലോ, ആ സമയം വരെ നമ്മൾ ഉപവസിക്കണമെന്ന് ഈശോ പറയുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ നമ്മളൊക്കെ ഉപവസിക്കുന്നവരാണ്. ഈ ഉപവാസം ഈശോ പറയുന്നു, എൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ സമയം വരെ നിങ്ങൾ നീട്ടണം, ഉപവസിക്കണം. ഈശോയോട് ചേർന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്ത പാടുപീടുകള്, സഹനങ്ങള്, വേദനകള്, നൊമ്പരങ്ങളെല്ലാം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആ അനന്തമായ യോഗ്യത നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമ്മൾ ധ്യാനിച്ച് 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 ഉപവസിച്ച് അവിടുത്തോട് ചേർന്നിരിക്കണം ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലുമെന്ന് ഈശോ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ജാഗരണ പ്രാർത്ഥനകളിൽ നമ്മൾ ഏർപ്പെടുന്നത് വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണെന്ന് ഈശോ പറഞ്ഞു. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ കൃപകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഈശോ ആവശ്യപ്പെട്ടു. ഇനി അടുത്ത ദിവസം ശനിയാഴ്ച കർത്താവ് പറഞ്ഞു, ശനിയാഴ്ച നമ്മുടെ അമ്മയുടെ ദിവസമാണ്. ഹല്ലേലൂയ! നമ്മുടെ അമ്മയെ വളരെ പ്രത്യേകമായി നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസം. പരിശുദ്ധ അമ്മയുടെ മക്കൾ എല്ലാ ശനിയാഴ്ചയും എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയാകാം, ഒരു എത്രയുള്ള മാതാവാകാം, 3 നന്മ നിറഞ്ഞവരെയാകാം, പരിശുദ്ധരാജ്ഞിയാകാം, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാകാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ശനിയാഴ്ച അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാകാം. അങ്ങനെ പരിശുദ്ധ അമ്മയുള്ള സ്നേഹം മൂലം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്ത് അമ്മയെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആദരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ശനിയാഴ്ച വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ശനിയാഴ്ച ദിവസങ്ങളിൽ ലഭിക്കും. എന്നിട്ട് പരിശുദ്ധ അമ്മയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ ആദരിക്കുന്നുവോ അത് എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നുവെന്നും ഈശോ പറയുകയുണ്ടായി. ഇനി ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമാണ്. ഞായറാഴ്ച അന്ന് പ്രത്യേകമായി എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു തരുന്നില്ല. അന്ന് വിശുദ്ധ ബലി യുഗതിയോടെ അർപ്പിക്കേണ്ട ദിവസമാണല്ലോ. എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഞായറാഴ്ച യുഗതിയോടെ മുടങ്ങാതെ വിശുദ്ധ ബലി അർപ്പിച്ച് കർത്താവിൻ്റെ ബലിയിൽ പങ്കുകാരായി വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യത നമ്മൾ സ്വീകരിക്കേണ്ട ദിവസമാണല്ലോ. എന്നാൽ ആ ദിവസത്തെക്കുറിച്ച് പ്രത്യേകമായി കർത്താവ് മറ്റൊന്നും പറഞ്ഞു തരുന്നില്ല. ഞായറാഴ്ച ദിവസം ഈശോയോട് ചേർന്നിരിക്കേണ്ട ദിവസമാണ്. ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധ അമ്മ ഈ ഓരോ ദിവസവും സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ കൃപകളും വരങ്ങളും നമുക്ക് വേണ്ടി
ഈ ഈശോ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമുക്ക് നൽകുവാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് എന്ന ഈശോ വെളിപ്പെടുത്തിയത്. എന്നിട്ട് ഈശോ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1, 2, 3 ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ സാധിക്കുന്നത്ര ദിവസം നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഇത് ചെയ്യുന്ന മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ സ്വർഗം നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകുമെന്നും ഇത് പ്രത്യേകമായ ഒരു ദൈവിക സംരക്ഷണത്തിലേക്കും ദൈവിക ഇടപെടലിലേക്കും ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കൈപിടിച്ച് നയിക്കുകയാണ് എന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ വീണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ രാത്രിയിൽ ഉറക്കം ഉണരുമ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയോ ഇല്ല അതുപോലെ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലി വേണം നിങ്ങൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുവാനെന്ന്. ചുമ്മാതെ ഉറങ്ങി എഴുന്നേറ്റ് വരികയല്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോ കർത്താവിൻ്റെ മാലാഖയോ ഇല്ലെങ്കിൽ മറ്റതുപോലെ മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥനയിൽ രാവിലെ ഉറക്കം ഉണർന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരണം. അങ്ങനെ ആ ദിവസം പ്രാർത്ഥനയിൽ ആരംഭിക്കണമെന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സന്ദേശങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് വലിയ കൃപകളും അഭിഷേകവും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയാണ് ഈശോയിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഈശോ കൂട്ടിച്ചേർക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലിലേക്ക് നമ്മളെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, സഹനാത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട്, ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ പരമ ദിവികാരന്റെ ഈശോയ്ക്കെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട്, ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയെ പ്രത്യേകം ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ ബലിയിൽ പങ്കുകാരായി ആഴ്ച മുഴുവനും സ്വർഗത്തിന്റെ സ്വന്തമായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോട് കൂടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.